ഹരി ഓം, നമസ്തേ. വെർച്വൽ ക്ലാസ്സസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ ആരംഭിച്ച ദേശരക്ഷാ പരമോധർമ്മ എന്ന കഥയുടെ ബാക്കി ഭാഗത്തിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കതിനു മുമ്പായിട്ട് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ കേൾക്കാം. ഒരു നാട്ടിൽ ഒരു പാവപ്പെട്ട പെയിൻറ്റർ ഉണ്ടായിരുന്നു. പെയിൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്ന പെയിൻറ്ററൊന്നുമല്ല, സാധാരണ വീടൊക്കെ പെയിൻറ് ചെയ്യുന്ന ഒരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. ആ പെയിൻറ്ററിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. എന്താ നിങ്ങൾ കൊടുക്കുന്ന പേര്? ഞാൻ അയാൾക്ക് രാജു എന്ന് പേര് കൊടുക്കാം. അപ്പം നമ്മുടെ രാജു ഒരു പാവം പിടിച്ച പെയിൻറ്ററാണ്. ഒരുപാട് ജോലി ചെയ്യുന്ന രാജുവിന് പക്ഷേ വളരെ തുച്ഛമായ കൂലിയെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ രാജു എപ്പോഴും ദരിദ്രനാണ്. പക്ഷേ ഈ ദാരിദ്ര്യത്തിൽ രാജുവിനൊരു സങ്കടം ഉണ്ടായിരുന്നില്ല. രാജു അവൻ്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും അതിലൂടെ എപ്പോഴും സന്തോഷവാനായിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഇരിക്കെ രാജുവിനെ ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ ഒരിക്കൽ കാണാൻ വന്നു. ആ ധനികന് സ്വന്തമായിട്ടൊരു ബോട്ടുണ്ട്. ഈ ബോട്ട് പെയിൻറ് ചെയ്യണം എന്നതായിരുന്നു രാജുവിനോട് അയാൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ രാജു ഓക്കെ, ഞാൻ പെയിൻറ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. രാജു ആ ബോട്ട് പെയിൻറ് ചെയ്യാൻ പോയി. അങ്ങനെ രാജു പെയിൻറ് ചെയ്യാൻ പോയപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഈ പെയിൻറ്റിങ് നിനക്കൊരു ടാസ്ക്കാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ പെയിൻറ്റിങ് ചെയ്തു തീർക്കണം. കാരണം ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിന് ഒരു ദീർഘദൂര യാത്ര ഈ ബോട്ടിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു, ഞാൻ ചെയ്തു തീർത്തോളാം, പക്ഷേ എനിക്ക് അതിന് കൂടുതൽ പൈസ വേണമെന്ന് പറഞ്ഞു. പാവം രാജു ദരിദ്രനല്ലേ, അപ്പോൾ കൂടുതൽ പൈസ ചോദിച്ചു. അപ്പോൾ ഓക്കെ, നീ ഇന്ന് രാത്രിക്ക് മുമ്പ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് നീ ആവശ്യപ്പെടുന്ന പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു, എനിക്ക് 1500 രൂപ വേണം ഇന്ന് രാത്രിക്ക് മുമ്പ് ഞാനിത് പെയിൻറ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഓക്കെ, എടുത്തോളൂ, പെയിൻറ് ചെയ്ത് തീർക്കണമെന്ന് മാത്രം എന്ന് പറഞ്ഞ് ധനികൻ പോയി. അങ്ങനെ രാജു പെയിൻറ് ചെയ്ത് അവസാനം ബോട്ടിൻ്റെ താഴെ പെയിൻറ് ചെയ്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ബോട്ടിലൊരു ഹോളുണ്ടായിരുന്നു, ഒരു തുളയുണ്ടായിരുന്നു. ബോട്ടിൽ തുളയുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ബോട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അതിൽ വെള്ളം നിറയുകയും ബോട്ട് മുങ്ങിപ്പോവുകയും ചെയ്യും. ഈശ്വര, ആരാ ഈ ബോട്ടിൽ തുളയിട്ടത്? ഈ ബോട്ടിൽ തുളയുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ഇതിൽ വെള്ളം കയറിയിട്ട് ബോട്ട് മുങ്ങിപ്പോവില്ലേ? അപ്പോൾ ഈ ധനികൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ മുങ്ങി മരിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് രാജു വേഗം കുറേ മരമൊക്കെ കൊണ്ടുവന്ന് ആ തുളയെ കടച്ചു. പക്ഷേ ഈ സമയം മുഴുവൻ രാജുവിന് പെയിൻറ്റിങ്ങിനുള്ള സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രാജു അതൊന്നും ആലോചിച്ചില്ല. കഷ്ടപ്പെട്ട് ആ തുള അടച്ചതിന് ശേഷം എങ്ങനെയൊക്കെയോ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പെയിൻറ്റിങ് ജോലി തീർത്തു. അപ്പോൾ ആ ധനികൻ പറഞ്ഞു, ഇനി എന്തായാലും നീ നാളെ രാവിലെ വന്നിട്ട് എൻ്റെ ഈ പെയിൻറ്റിങ്ങിനുള്ള കൂലി വാങ്ങിച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് രാജു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ധനികൻ്റെ വീട്ടിലുള്ള ഒരു ആശാരി, ധനികന് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ആശാരി ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞു, സാർ, താങ്കളുടെ ബോട്ടിൽ ഒരു തുളയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൽ പണിയെടുത്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ധനികൻ ആകെ ടെൻഷനായി. കാരണം എന്താ? തലേന്ന് രാത്രി തന്നെ ധനികൻ്റെ കുടുംബം ആ ബോട്ടിൽ യാത്ര പോയിട്ടുണ്ട്. ധനികൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തലയിൽ കൈവച്ച് ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ധനികൻ്റെ കുടുംബം തിരിച്ചു വന്നു. കാരണം എന്താ? ബോട്ടിലുണ്ടായിരുന്ന തുള രാജു അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്തോഷത്തിൽ രാജുവിനെ ധനികൻ വിളിക്കുകയും രാജു ആവശ്യപ്പെട്ട 1500 രൂപയുടെ 4 ഇരട്ടി തുക രാജുവിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് രാജുവിനോട് പറഞ്ഞു, നിന്റെ സത്യസന്ധതയ്ക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമാണ് നിനക്ക് ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കഥ കേട്ടല്ലോ. എന്താ ഇതിൻ്റെ മോറൽ? ഇതിൻ്റെ മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ വിഷമം മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അയാളെ സഹായിക്കുന്ന വിധം, അയാളോട് നന്മ ചെയ്യുന്ന വിധം നമ്മൾ പെരുമാറിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നൽകുകയുള്ളൂ. രാജു ആ തുള കണ്ടിട്ട് മിണ്ടാതെ പോയതാണെന്നുണ്ടെങ്കിൽ രാജു അവിടെ പെയിൻറ് ചെയ്യാൻ പോയതാണ്. ആ തുള അടയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ആ തുള അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടം ആലോചിച്ചുകൊണ്ട് രാജു എന്ത് ചെയ്തു? ആദ്യം തന്നെ ആ തുള അടയ്ക്കുകയും പിന്നീട് തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ മറ്റൊരാളുടെ വിഷമം നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ വിഷമത്തിൽ നിന്ന് അയാളെ കരകയറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമുക്ക് നൽകും എന്നുള്ളൊരു നല്ല സന്ദേശം ഉള്ളിലുറപ്പിച്ചുകൊണ്ടാവട്ടെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ തുടക്കം. ഓക്കെ, അപ്പം നമുക്കിന്ന് ഈ ക്ലാസ്സിലേക്ക് കടന്നാലോ? നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ദേശരക്ഷാ പരമോധർമ്മ എന്ന പാഠഭാഗമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഭാഗത്തിൻ്റെ ആശയം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയോ? പുരാ കാശ്മീരദേശേ നാമിക ഗ്രാമീണ വസതി സ്മ. ഗ്രാമീണായാः നാമ കിം ആസീത്? ഗ്രാമീണായാः നാമ കിം അസ്തി?
ग्रामीणायाः नाम नन्दिनी देवी अस्ति। तस्याः कति पुत्राः सन्ति? तस्याः कति पुत्राः सन्ति? तस्याः 4 पुत्राः सन्ति। कालान्तरे राज्यसीमायां किं जातं? कालान्तरे राज्यसीमायां किं जातं? कालान्तरे राज्यसीमायां कलहः जातः। कालान्तरे राज्यसीमायां कलहः जातः। सीमारक्षणाय केषां दौर्लभ्यम् अभवत्? सीमारक्षणाय केषां दौर्लभ्यम् अभवत्? सीमारक्षणाय सैनिकानां दौर्लभ्यम् अभवत्। भोः देशस्यैषा दुर्दशा, उपायः एक एव। भवन्तः एकैकं युवानम् अवश्यं देशरक्षायै प्रेषयन्तु इति कः उक्तवान्? कः उक्तवान्? ഗ്രാമമുഖ്യഃ ഉക്തവാൻ. ഗ്രാമമുഖ്യഃ ഉക്തവാൻ. നമുക്ക് ഈ കഥയുടെ ആശയം ഒന്ന് മലയാളത്തിൽ എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കിയാലോ. പണ്ട് കാശ്മീരിൽ ഒരു നന്ദിനി ദേവി എന്നു പേരുള്ള ഒരു ഗ്രാമീണ താമസിച്ചിരുന്നു. ആ ഗ്രാമീണക്ക് എത്ര മക്കളുണ്ടായിരുന്നു? തസ്യാഹ 4 പുത്രാഹ ആസൻ. അങ്ങനെ ഇരിക്കെ എല്ലാ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? രാജ്യത്തിൻ്റെ അതിർത്തിയിൽ യുദ്ധമുണ്ടായി. അങ്ങനെ യുദ്ധം നടന്ന സമയത്ത് രാജ്യം രക്ഷിക്കുന്നതിന് വേണ്ട സൈനികന്മാർ വളരെ കുറഞ്ഞുപോയി. അപ്പോൾ അവിടുത്തെ ഗ്രാമമുഖ്യൻ എന്താ പറഞ്ഞേ? എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് രാജ്യത്തിൻ്റെ ദുരവസ്ഥയാണ്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓരോ യുവാക്കളെയെങ്കിലും ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാലോ. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. ഏവമേവ സർവാഭിः कृतं. തഥാപി ജനബലേന ദേശരക്ഷാ അപൂർണ അഭവത്. അതഃ सा शिष्टान् पुत्रान् आहूय अवदत्, पुत्राः देशरक्षणम् अस्माकं धर्मः, अतः तदेव कार्यं स्वीकुरुत इति. अतः सा शिष्टान् पुत्रान् आहूय अवदत्, पुत्राः देशरक्षणम् अस्माकं धर्मः, अतः तदेव कार्यं स्वीकुरुत इति. ഇപ്പം നമ്മൾ പാരഗ്രാഫ് വായിച്ചു. നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. മുഖ്യസ്യ ആദേശ അനുസാരം, മുഖ്യൻ്റെ, ഗ്രാമമുഖ്യനാണല്ലോ പറഞ്ഞത്. അപ്പം ഗ്രാമമുഖ്യൻ്റെ ആദേശ അനുസാരം, ആദേശത്തിനനുസരിച്ച്, മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി എന്ത് ചെയ്തു? നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. ജ്യേഷ്ഠം തനയം, ജ്യേഷ്ഠനായിരിക്കുന്ന പുത്രനെ. ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ മൂത്ത ആൾ, ചേട്ടൻ. ജ്യേഷ്ഠൻ മൂത്ത ആൾ. അപ്പൊ അനിയൻ എന്ത് പറയും? കനിഷ്ഠ. ജ്യേഷ്ഠ കനിഷ്ഠ. അപ്പൊ ജ്യേഷ്ഠം തനയം നന്ദിനി ദേവി പ്രൈഷയത് പറഞ്ഞയച്ചു. അപ്പൊ യുദ്ധത്തിനായിട്ട് മൂത്ത മകനെ നന്ദിനി ദേവി പറഞ്ഞയച്ചു. എന്നിട്ടോ ഏവമേവ സർവാഭിഃ കൃതം. ഇങ്ങനെ തന്നെ സർവാഭിഃ എല്ലാവരും ചെയ്തു. നന്ദിനി ദേവി മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാ അമ്മമാരും എന്ത് ചെയ്തു? ഓരോ മക്കളെ യുദ്ധത്തിന് അയച്ചു. തഥാപി ജനബലേന ദേശരക്ഷ അപൂർണ അഭവത്. തഥാപി എന്നിരുന്നാലും ദേശരക്ഷ, ദേശത്തിൻ്റെ രക്ഷ, ജനബലേന, ജനങ്ങളുടെ ബലമാണല്ലോ, ജനങ്ങൾ ഉണ്ടാവുകയാണല്ലോ വേണ്ടത്. അപ്പം ജനബലേന, ജനങ്ങളുടെ സംഖ്യ കൊണ്ട് അപൂർണ അഭവത്, അപൂർണമായി തീർന്നു. വേണ്ടത്ര ജനങ്ങൾ അപ്പോഴും അവിടെ തികഞ്ഞില്ല.
അതഃ സാ ശിഷ്ടാൻ പുത്രാൻ ആഹൂയ അവദത്. അതഃ അതഃ അതുകൊണ്ട് സാ നന്ദിനി ദേവി കിം കൃതവതി, നന്ദിനി ദേവി എന്ത് ചെയ്തു? ശിഷ്ടാൻ പുത്രാൻ, അവശിഷ്ടാൻ പുത്രാൻ, ബാക്കിയുള്ള പുത്രാൻ മക്കളെ ആഹൂയ വിളിച്ചിട്ട് അവദത് പറഞ്ഞു. എന്തു പറഞ്ഞു? പുത്രാഹ ദേശരക്ഷണം അസ്മാകം ധർമ്മഃ. പുത്രാഹ ദേശരക്ഷണം അസ്മാകം ധർമ്മഃ. മക്കളെ, ദേശരക്ഷണം അസ്മാകം ധർമ്മഃ. കേഷാം ധർമ്മഃ? ദേശരക്ഷണം അസ്മാകം ധർമ്മഃ. ദേശരക്ഷണം നമ്മുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു മാമകദേശ, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന്. അപ്പം ആ സുന്ദരമായ ദേശത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? അത് അസ്മാകം ധർമ്മ, നമ്മുടെ ധർമ്മമാണ്. അങ്ങനെ രാജ്യം രക്ഷിക്കാൻ നമ്മളെല്ലാവരും പുറപ്പെടണമെന്ന് നന്ദിനി ദേവി മക്കളോട് പറഞ്ഞു. അതഃ തദേവ കാര്യം സ്വീകൃത. അതഃ അതുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് എന്നതുകൊണ്ട് തദേവ അത് തന്നെ കാര്യം, ഒരു ജോലിയായിട്ട് സ്വീകൃത, ആ കാര്യത്തെ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി പാരഗ്രാഫ് കൂടി വായിച്ചാലോ? മാതുരാജ്ഞയാ ക്രമേണ ഏകൈകഃ സീമാം പ്രാപ്യ ദേശരക്ഷണകർമ്മസു വ്യാപൃതഃ അഭവത്. മാതുരാജ്ഞയാ ക്രമേണ ഏകൈകഃ സീമാം പ്രാപ്യ ദേശരക്ഷണകർമ്മസു വ്യാപൃതഃ അഭവത്. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യഃ പുനരപി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യഃ പുനരപി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. ശ്രുത്വൈതത് നന്ദിനി ദേവി രോദിതും ആരഭത. ശ്രുത്വൈതത് നന്ദിനി ദേവി രോദിതും ആരഭത. തദാ കാചിത് താം ഉപഗമ്യ രോദനകാരണമപൃച്ഛത്. തദാ കാചിത് താം ഉപഗമ്യ രോദനകാരണമപൃച്ഛത്. ദേശരക്ഷാ പരമോ ധർമ്മഃ, ഇതഃ പരം പ്രേഷയിതും പഞ്ചമഃ പുത്രോ നാസ്തീതി മേ ദുഃഖം. ദേശരക്ഷാ പരമോ ധർമ്മഃ, ഇതഃ പരം പ്രേഷയിതും പഞ്ചമഃ പുത്രോ നാസ്തീതി മേ ദുഃഖം ഇതി ദൃഢമനസാ നന്ദിനി ദേവി ന്യവേദയത്. ഇതി ദൃഢമനസാ നന്ദിനി ദേവി ന്യവേദയത്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. മാതുരാജ്ഞയാ ക്രമേണ ഏകൈകഃ സീമാം പ്രാപ്യ ദേശരക്ഷണകർമ്മസു വ്യാപൃതഃ അഭവത്. മാതുഹു ആജ്ഞയ, മാതുഹു ആജ്ഞയ, അമ്മയുടെ ആജ്ഞ. അമ്മ പറഞ്ഞത് ഒരു വാക്കൊന്നുമല്ല, അമ്മ വെറുതെ പറഞ്ഞൊന്നുമല്ല. മാതുഹു ആജ്ഞ, അമ്മയുടെ നിർദ്ദേശം മാത്രമല്ല, അതൊരു ആജ്ഞാപനമാണ്. അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ മാതുഹു ആജ്ഞയ, അമ്മയുടെ ആജ്ഞ കേട്ടിട്ട് ക്രമേണ ഓരോരുത്തരായി, ക്രമേണ ഏകൈകഃ ഓരോരുത്തരായി, സീമാം പ്രാപ്യ, സീമ അതിർത്തി, സീമാം പ്രാപ്യ പ്രാപിച്ചിട്ട്, സീമയിൽ എത്തിയിട്ട്, അതിർത്തിയിലെത്തി, ദേശരക്ഷണ കർമ്മസു വ്യാപൃതഃ അഭവത്. ദേശത്തെ രക്ഷിക്കുന്ന കർമ്മങ്ങളിൽ, ദേശരക്ഷണ കർമ്മസു വ്യാപൃതഃ വ്യാപരിച്ചുകൊണ്ട് ഇരുന്നു, വ്യാപൃതഃ അഭവത് ഓരോരുത്തരായി ദേശത്തെ രക്ഷിക്കുന്നതിനായിട്ട് സീമാപ്രദേശത്തിലേക്ക് പോയി. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യഃ പുനരപി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. സൈനികാനാം അപര്യാപ്തതയാ, സൈനികന്മാരുടെ അപര്യാപ്തത, പര്യാപ്തത എന്താ? പര്യാപ്തം എന്നപ്പോഴാ പറയാ? മതിയാവുമ്പോൾ, വേണ്ട വിധമാവുമ്പോൾ പര്യാപ്തം. നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭോജനം പര്യാപ്തം, ദാഹിച്ചു കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ജലം പര്യാപ്തം. അപ്പൊ പര്യാപ്തം. അപര്യാപ്തം എപ്പോഴാ പറയാ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, വേണ്ട വിധം ആയിട്ടില്ലാത്തപ്പോൾ അപര്യാപ്തം. സൈനികാനാം അപര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ സൈനികന്മാര് വേണ്ട വിധം ആവാതെ ആയപ്പോ, സൈനികന്മാര് തികയാതെ വന്നപ്പോൾ, ഗ്രാമമുഖ്യൻ പുനരപി പുനഃ അപി പുനരപി വീണ്ടും ഗ്രാമീണാൻ ഗ്രാമജനങ്ങളോട്
സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. അതിർത്തി രക്ഷണത്തെക്കുറിച്ച് ഉദ്ബോധിതവാൻ, അവയർനെസ് കൊടുത്തു. അവരെ വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് നല്ലോണം ധരിപ്പിച്ചു, ബോധിപ്പിച്ചു. ശ്രുത്വൈതത്, ശ്രുത്വൈതത്, ശ്രുത്വാ ഏതത്, ശ്രുത്വൈതത്. നന്ദിനി ദേവി രോദിതും ആരഭത. ഏതത് ശ്രുത്വ, ഇത് കേട്ടിട്ട് നന്ദിനി ദേവി രോദിതും, നന്ദിനി ദേവി കരയാൻ ആരഭത, തുടങ്ങി. നന്ദിനി ദേവി കരയാൻ തുടങ്ങി. നന്ദിനി ദേവി എന്തിനാ കരയണേ ഇപ്പോ? നന്ദിനി ദേവിയുടെ മക്കൾ ആരെങ്കിലും മരിച്ചുപോയോ? പക്ഷെ ആ വാർത്തയൊന്നും കേട്ടില്ലല്ലോ. എന്നിട്ട് നന്ദിനി ദേവി കരയാ. എന്താ നന്ദിനി ദേവി കരയാൻ കാരണം? നമുക്ക് നോക്കാട്ടോ നന്ദിനി ദേവി എന്തിനാ കരയണേന്ന്. തഥാ കാചിത് താമുപഗമ്യ രോദന കാരണം അപൃച്ഛത്. തഥാ തസ്മിൻ സമയേ, ആ സമയത്ത് കാചിത് ഒരു സ്ത്രീ താം ഉപഗമ്യ അവരുടെ അടുത്തേക്ക് വന്നിട്ട് രോദന കാരണം അപൃച്ഛത്. രോദനം കരച്ചിൽ, കാരണം രോദനസ്യ കാരണം, രോദന കാരണം, കരച്ചിലിന്റെ കാരണം. അപൃച്ഛത് ചോദിച്ചു. രോദന കാരണം അപൃച്ഛത്, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ദേശരക്ഷ പരമോധർമ്മ. അപ്പൊ നന്ദിനി ദേവി പറയാണ്, ദേശരക്ഷ പരമോധർമ്മ, ദേശത്തിന്റെ രക്ഷയാണ് പരമമായ ധർമ്മം. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ദേശത്തിന്റെ രക്ഷണമാണ്. ദേശരക്ഷ പരമോധർമ്മ. ഇതഃ പരം പ്രേഷയിതും പഞ്ചമഹാപുത്ര നാസ്തീതി മേ ദുഃഖം. അപ്പൊ നന്ദിനി ദേവി കരഞ്ഞത് തൻ്റെ 4 മക്കൾ മരിച്ചുപോയി എന്നെങ്കിലും ആലോചിച്ചിട്ടാണോ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല. പകരം ദേശരക്ഷയാണ് ഏറ്റവും വലിയ ധർമ്മം. അതിനു വേണ്ടി അയക്കാൻ, ഇതഃ പരം പ്രേഷയിതും, ഇനിയും അയക്കാൻ, പഞ്ചമഹപുത്ര നാസ്തി ഇതി, എനിക്ക് 5ാമതൊരു മകൻ ഇല്ല എന്നതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ആലോചിച്ച് നോക്കൂ, 4 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 പേരെയും യുദ്ധത്തിനയച്ചു. അവർ തിരിച്ചു വരുമോന്ന് ഓരോ ഉറപ്പുമില്ല. അവിടെ ആണെങ്കിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും ആ അമ്മ സങ്കടപ്പെടുന്നത് തൻ്റെ 4 മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമെന്നല്ല, പകരം ആ രാജ്യത്തെ രക്ഷിക്കുന്ന ആ ജോലിയിലേക്ക് അയക്കാൻ ഇനിയൊരു മകൻ എനിക്കില്ലല്ലോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, അമ്മയുടെ വിഷമത്തിൻ്റെ ആഴമൊന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ അമ്മ പറഞ്ഞു. ഇതി ദൃഢമനസ നന്ദിനി നിവേദയത്, നന്ദിനി ദേവി നിവേദയത്. ഇങ്ങനെ ഉറച്ച മനസ്സോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി നന്ദിനി ദേവി നിവേദിച്ചു. നന്ദിനി ദേവി അവരെ അറിയിച്ചു. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ജനനി അമ്മ, ജന്മഭൂമി നമ്മൾ ജനിച്ച ഈ രാജ്യം, ഭാരതദേശം, ഈ ദേശവും അമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് സ്വർഗം എവിടെയാണെന്നറിയോ? സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗം കണ്ടിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് സ്വർഗം ഇത്രയൊക്കെ സുന്ദരമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം നമുക്ക് ആർക്കും സ്വർഗത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. സ്വർഗം ഉണ്ടോന്നോ ഇല്ലയെന്നോ ഒന്നും ഉറപ്പില്ല. പക്ഷേ ഞാൻ പറയാം, സ്വർഗമുണ്ട്. സ്വർഗം എവിടെയുള്ളത്? സ്വർഗം നിങ്ങളുടെ സ്വന്തം അമ്മയുടെ മടിത്തട്ടിലുണ്ട്. നമുക്ക് 2 അമ്മമാരല്ലേ ഉള്ളത്? ഒന്ന് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അമ്മ, രണ്ടാമത്തെ അമ്മ നമ്മളുടെയൊക്കെ രാജ്യമായിട്ടുള്ള ഈ ഭാരതം എന്ന് പറയുന്ന ആ മണ്ണ് നമ്മുടെ അമ്മയാണ്. ഈ 2 അമ്മമാരുടെയും മടിത്തട്ടാണ് നമ്മുടെ സ്വർഗം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര വയ്യാതെ വന്നാലും എത്ര ക്ഷീണമാണെങ്കിലും അമ്മയുടെ മടി കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ? ആ സുഖം തന്നെയല്ലേ സ്വർഗം. അതല്ലാതെ വേറെ ഏതെങ്കിലും സ്വർഗത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ തന്നെയുള്ള സ്വർഗമാണ് നമ്മുടെ അമ്മയും നാം പിറന്ന മണ്ണും. അപ്പോ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി, നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ലോകത്തെവിടെയോ അല്ലെങ്കിൽ ആകാശത്തിൽ എവിടെയോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളുമുള്ള സ്വർഗത്തെക്കാളും ഗരീയസി, ശ്രേഷ്ഠമാണ്, അതിനേക്കാളൊക്കെ ഉയർന്നതാണ് നമ്മളുടെ അമ്മയും പിറന്ന മണ്ണും. ഓക്കെ, അതാണ് നമ്മൾ ഈ പാഠത്ത് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തിന്റെ ആശയം ഒന്നുകൂടെ നോക്കിയാലോ? മുഖ്യസ്യ ആദേശാനുസാരം, മുഖ്യന്റെ ആദേശത്തിനനുസരിച്ച് നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രേഷയത്, നന്ദിനി ദേവി മൂത്ത മകനെ യുദ്ധത്തിനായിട്ട് അയച്ചു. ഏവമേവ സർവാഭീകൃതം, ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്തു. തഥാപി, എന്നിരുന്നാലും ജനബലേന ദേശരക്ഷ അപൂർണാഭവത്, അങ്ങനെ ജനബലം കൊണ്ട് ദേശരക്ഷ അപൂർണമായി തീർന്നു.
അതഃ സ ശിഷ്ടാൻ പുത്രാൻ ആഹൂയ അവദത്. അവൾ ബാക്കിയുള്ള മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദേശരക്ഷണം അസ്മാക്കം ധർമ്മ, ദേശത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അതഃ തദേവ കാര്യം സ്വീകൃത, അതുകൊണ്ട് ആ കാര്യം തന്നെ നമുക്ക് ചെയ്യാം. വെരി ഗുഡ്. മാതുരാജ്ഞയ ക്രമേണ ഏകൈക സീമാം പ്രാപ്യ ദേശരക്ഷണ കർമ്മസു വ്യാപൃതഃ അഭവത്. അമ്മയുടെ ആജ്ഞ കേട്ടിട്ട് മക്കളിൽ ഓരോരുത്തരായിട്ട് സീമയിലെത്തിയിട്ട് രാജാതിർത്തിയിൽ ചെന്ന് ദേശരക്ഷണം ചെയ്യാൻ തുടങ്ങി. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യ പുനരപി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. സൈനികന്മാർ തികയാതെ വന്നപ്പോൾ ഇനിയും നമുക്ക് സൈനികന്മാരെ വേണം എന്ന് ഗ്രാമമുഖ്യൻ ഗ്രാമജനങ്ങളെ അറിയിച്ചു. ഇങ്ങനെ അറിയിച്ചപ്പോൾ ശ്രുത്വായേതത്, ഇത് കേട്ടിട്ട് നന്ദിനി ദേവി കരയാൻ തുടങ്ങി. നന്ദിനി ദേവി കരയുന്നത് കണ്ടപ്പോൾ കാചിത് താമുപഗമ്യ, ഒരാൾ അവരുടെ അടുത്ത് ചെന്നിട്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. രോദന കാരണം അപൃച്ഛത്. ദേശരക്ഷ പരമോ ധർമ്മ, ദേശത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഇതപ്പുറം പ്രേക്ഷയിതും, ഇനിയും അയക്കാൻ എൻ്റെ കയ്യിൽ മറ്റൊരു പുത്രനില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ഈ ദുഃഖം എന്ന് ദൃഢമനസ നന്ദിനി ദേവി നിവേദയത് എന്ന് ഉറച്ച മനസ്സോടുകൂടി നന്ദിനി ദേവി അറിയിച്ചു. അപ്പം നമ്മൾ ഈ കഥ പഠിച്ചു, കഥയുടെ ആശയം മനസ്സിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസത്തിന് മുമ്പ് ചൈനയുമായിട്ട് നമ്മുടെ അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടായില്ലേ? നിങ്ങൾ ആ വാർത്ത കണ്ടോ? ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു, ന്യൂസ് ചാനലുകളിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വാർത്ത കണ്ടിരുന്നോ? അന്ന് അവിടെ മരിച്ചു പോയത് എത്ര സൈനികന്മാരാ? 20 സൈനികന്മാർ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. അതെന്താ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയണേ? അവരവിടെ അവരുടെ ജീവൻ കളയാൻ തയ്യാറായി നിന്നില്ല എങ്കിൽ മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആക്രമിച്ച് നമ്മളെ മുഴുവൻ കീഴ്പ്പെടുത്തിയാനെ. അപ്പോൾ ആ സൈനികന്മാർ ആ രാജ്യരക്ഷയ്ക്കായിട്ട് തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും സുഖമായിട്ട് രാത്രി ഉറങ്ങുന്നത്, അല്ലേ? നമ്മളുടെ ഉറക്കം, നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഉറക്കമിളച്ച് ആരൊക്കെയോ കാത്തു നിൽക്കുന്നതുകൊണ്ടല്ലേ. അപ്പം അങ്ങനെ കാത്തു നിൽക്കുന്ന അവരോട് നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇനി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സോൾജിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോൾജിയറിനെ ഇനി കാണുമ്പോൾ ആദ്യം എന്ത് പറയണം? ആ സോൾജിയറിനോട് അങ്കിൾ അല്ലെങ്കിൽ ആൻറ്റി താങ്ക് യു. എന്തിനു പറയണം? അവരവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കണം. അപ്പോൾ ഇനി നിങ്ങളൊരു സോൾജിയറെ എവിടെ കണ്ടാലും ഒന്ന് സല്യൂട്ട് ചെയ്തിട്ട് താങ്ക് യു പറയണം. ഓക്കെ, എന്തിനാ താങ്ക് യു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ സംസ്കൃതം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിരിക്കുന്നതെന്ന്. സോ നെക്സ്റ്റ് ടൈം വെൻ യു മീറ്റ് എ സോൾജിയർ, വാട്ട് വിൽ യു ഡു? യു വിൽ സല്യൂട്ട് ദെം ആൻഡ് സേ താങ്ക്സ് ടു ദെം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അർത്ഥം പഠിച്ചു, ആശയം മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ കഥ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുക. ഈ കഥ ആശയം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഈ പാഠത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.